Good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്ട്രാറ്റജീസിനെ പറ്റിയാണ്. നമ്മുടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് അറിയാലോ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. അത് ഇന്റർനാഷണലി എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനുള്ള അഡ്വൈസും അതിനുള്ള പ്രിപ്പയർ ഇവർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് യോക്കോഹാമ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, യോക്കോഹാമ സ്ട്രാറ്റജീസ്. അതായത് യോക്കോഹാമ എന്ന് പറയുന്നത് ജപ്പാനിലുള്ളൊരു സ്ഥലമാണ് യോക്കോഹാമ. അവിടെ വെച്ചൊരു ഇന്റർനാഷണൽ ഒരു മീറ്റിംഗ് നടന്നു. ഓക്കെ, ഇന്റർനാഷണൽ വലിയൊരു മീറ്റിംഗ് നടന്നു, എല്ലാ രാഷ്ട്രങ്ങളും കൂടി ചേർന്നൊരു മീറ്റിംഗ്. ആ മീറ്റിംഗ് അത് 1994 ഓക്കെ, 1994 ആ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, പ്ലാൻ ചെയ്യാം, അതിലെന്തൊക്കെ വേണം, എന്തൊക്കെ അങ്ങനെ മൊത്തത്തിലൊരു ഡിസ്കസ്സാണ് നടന്നത്. അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള ലെവലിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും കൂടി അവിടെ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ ഫസ്റ്റ് അവരെന്ത് ചെയ്തു, ആ മീറ്റിംഗ് അങ്ങനെ ചർച്ച ചെയ്തു. അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി, അതാദ്യം തന്നെ ഡിസാസ്റ്റർ ഉണ്ടായ ഒരു ഏരിയ, ആദ്യം എന്താണ് പ്രശ്നം, അവിടെയുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്, അത് ഐഡന്റിഫൈ ദ പ്രോബ്ലം. എങ്ങനെയാണ് ഡിസാസ്റ്റർ ദുരന്തം വരാനുള്ള കാരണം. എക്സാമ്പിൾ വയനാടത്തെ കാര്യം നമുക്കറിയാം. അതൊരു പക്ഷേ മുകളിൽ നിന്ന് കുറേ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഊഹാപോഹങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളൂ. ഓരോ ന്യൂസിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. മുകളിൽ മണ്ണെടുത്തതുകൊണ്ടാവാം മലയിടിച്ചിൽ വന്നത്, ഉരുൾപൊട്ടൽ വന്നത്, അങ്ങനെ പല ഊഹങ്ങളും. അത് ശാസ്ത്രീയപരമായിട്ട് എന്താ തെളിവുകളും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നമുക്കത് മനസ്സിലാക്കേണ്ടി വരും, ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ്സ് problem. Okay, first is identify that's problem. Second is the അതായത് കോർഡിനേഷൻ. അതായത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. എന്ത് കോർഡിനേറ്റ് ചെയ്യണം, അവിടെ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള അതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിയിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ഉള്ള ആ പ്രോബ്ലം കോർഡിനേറ്റ് ചെയ്തിട്ട് സഹകരണത്തോടു കൂടി കണ്ടുപിടിക്കണം. നെക്സ്റ്റ് പോളിസീസ്. പിന്നെന്താ ചെയ്യേണ്ടത്, അവിടെ എന്ത് പ്രയോഗിക്കണം, പിന്നീട് അത് വരാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ, പോളിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസോ എന്താണ് അതിൻ്റെതായ ഓരോരോ പ്ലാനിങ് കണ്ടെത്തണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ടെലികമ്മ്യൂണിക്കേഷൻസ്. അതായത് അവിടേക്ക് എന്തെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻസ്, അതായത് ഡെവലപ്മെൻറ്റ് ഏത് വിഭാഗത്തിലാണോ ഡെവലപ്മെൻറ്റ് വേണ്ടത്, എങ്ങനെയാണോ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യല്ലോ, ചെയ്ത് കഴിഞ്ഞവർ കോർഡിനേറ്റ് ചെയ്ത് തീരുമാനിക്കുന്നത് ഏത് വിഭാഗത്തിലേക്കാണോ അതിൽ ടെലികമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ നെസസറി ടെക്നോളജി. അത് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു രാജ്യത്ത് എന്തെങ്കിലും പറ്റിയാൽ, എക്സാമ്പിൾ നമ്മൾ കേരളത്തിന് ഇപ്പോൾ നമുക്കൊരു വയനാട്ടിലൊരു പ്രശ്നങ്ങളോ, കേരളത്തിൽ നമ്മുടെ വയനാട്ടിലൊരു പ്രശ്നം വന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ വയനാട്ടിലൊരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മളെല്ലാവരും അത് കേരളത്തിൽ നടന്നതാണെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് നടന്നത്. അപ്പോൾ ഇന്ത്യയോട് ഇറാഖും ഇറാനും പലരും സഹതാപം രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മറ്റുള്ളവർ ആ ഒരു രാജ്യത്തിന് അങ്ങനെ എങ്കിലും വന്നാൽ മറ്റുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെ താങ്ങായി മാറണം. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് നെസസറി ടെക്നോളജി. അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അങ്ങോട്ട് കൊടുക്കണം. എന്ത് ചെയ്യണം, പുതിയ ടെക്നോളജി പ്രകാരം അവരെങ്ങനെ റൈസ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഇംപ്ലിമെൻറ്റ് അവിടെ ടെക്നോളജി സംബന്ധമായോ ഏത് രീതിയിലാണോ ഡെവലപ്മെൻറ്റ് വേണ്ടത് ആ രീതിയിൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, യോക്കോഹാമ സ്ട്രാറ്റജിയിൽ ഹ്യൂഗോ ഇതിൽ പിന്നെ വേൾഡ് കോൺഫറൻസ് ആണ്. എന്താണ് യോക്കോഹാമ സ്ട്രാറ്റജീസ്? ഇതൊരു വേൾഡ് കോൺഫറൻസ് ആണ്, പല രാജ്യങ്ങളും പങ്കെടുത്തൊരു കോൺഫറൻസ് ആണ്. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഏരിയ അവർ കോർഡിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് സപ്പോർട്ടായി നിൽക്കണം. അതായത് പാർട്ടിസിപ്പൻസ് നിർബന്ധമാണ്. എല്ലാവരും എന്ത് ചെയ്യണം, ഒഴിഞ്ഞു മാറാതെ അതിലേക്ക് പാർട്ടിസിപ്പൻസ് ചെയ്ത് അവരെ താങ്ങി നിർത്തണം. ഇൻ്റർനാഷണൽ ലെവൽ അത് യോക്കോഹാമ സ്ട്രാറ്റജി ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് കോൺഫറൻസിലാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്. നെക്സ്റ്റ് ഹൈഗോ ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രാറ്റജി പ്ലാൻ. അതിന് എയിം എന്താ, മോട്ടിവേറ്റിംഗ് ദ ഡെവലപ്പിംഗ്. എന്താണ് എയിം, എന്താണ് മോട്ടിവേറ്റിംഗ് ദി ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് വികാസനത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഡെവലപ്മെന്റ് ഏത് ഭാഗത്താണോ ഡെവലപ്മെന്റ് അത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ആൻഡ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി IDNDR. എന്താണ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജീസ്? വേറൊന്നാണ് IDNDR എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ്
ഹ്യോഗോ ഫ്രെയിംവർക്ക് ഓഫ് ഡിസാസ്റ്റർ റിഡക്ഷൻ. ഹ്യോഗോ എന്നാണ് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വേറൊരു പ്ലാനിങ് ആണ്. HYOGO ഹ്യോഗോ. ഇറ്റ്സ് എ ഫ്രെയിംവർക്ക്. ഓക്കെ, it's a framework. Identify that Yokohama strategy were addressed in the World Conference of Disaster Reduction held in Copenhagen in Japan in 2005 2005 മീൻസ് 2005 നടന്നൊരു വേൾഡ് കോൺഫറൻസ് ആണ്. എന്ത്? ഹ്യോഗോയിൽ വെച്ചിട്ട്, ജപ്പാനിലെ ഹ്യോഗോയിൽ വെച്ചിട്ട്. അത് എഫക്റ്റീവ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് കൺസിഡറേഷൻ ഇൻ ടു സ്യൂട്ടബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് പോളിസീസ്, പ്ലാനിങ്, പ്രോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പോളിസീസും പ്രോഗ്രാമിങ്ങും പല അവർക്ക് വേണ്ട സപ്പോർട്ടിങ് പ്രോഗ്രാമിലൂടെയും പ്ലാനിങ്ങിലൂടെയും പല പോളിസീസ് അവിടേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടും അവിടെ ജനങ്ങളെ ഡിസാസ്റ്റർ നടന്ന ഏരിയയിലെ ജനങ്ങളെ എന്ത് ചെയ്യണം? ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, ആൻഡ് ഡിസാസ്റ്റർ ഫോൺ ഡെവലപ്പിംഗ് കൺട്രീസ് എസ്പെഷ്യലി ആസ് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് സ്മോൾ ഇൻസ്റ്റർ ഡെവലപ്ഡ് സ്റ്റാറ്റസ് ദർ ഓൾസോ നീഡ്സ് ഓഫ് പ്രൊവോക്കേറ്റീവ് മെഷർ ആൻഡ് ബിയറിംഗ് ദ മൈൻഡ് ആൻഡ് ദ ഫേസ് ഓഫ് റിലീഫ്. അല്ലേ, റിലീഫ്. എല്ലാത്തിനും ഒരു മൈൻഡ് റിലീഫ് ചെയ്യുക, അവർക്ക് ആശ്വാസം, മാനസിക ആശ്വാസം നൽകാനും മറ്റുള്ളവരും അവരെ സപ്പോർട്ടായി നിലനിൽക്കണം. ഓക്കെ, നെക്സ്റ്റ് സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. സെൻഡായി SENDAI. എന്താണ് സ്പെല്ലിംഗ്? SENDAI. സെൻഡായി. ഇറ്റ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ. ഇത് മറ്റൊരു ഫ്രെയിം വർക്കാണ്, ഡിസാസ്റ്ററോടനുബന്ധിച്ചുള്ള ഫ്രെയിം വർക്കാണ്. റിസ്ക് റിഡക്ഷൻ ആണ്, റിലേറ്റഡ് ടു റിസ്ക് റിഡക്ഷൻ. ഇതിൽ പ്രയോറിറ്റി 1, ഫസ്റ്റ് പ്രയോറിറ്റി മുൻതൂക്കം. അല്ലെ, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുൻതൂക്കം കൊടുക്കുക എന്തിനാണ്? അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക് ഏറ്റെടുക്കാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലേ, ഓക്കെ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന റിസ്ക് ഏറ്റെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഓവർകം ചെയ്തിട്ട് ആ ഒരു പ്ലേസിനെ പഴയതുപോലെ ആക്കാൻ. പഴയതുപോലെ ആവില്ല, റീകൺസ്ട്രക്ഷൻ പറയില്ലേ, പുനർനിർമ്മാണം റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി ലെവലാണെങ്കിൽ വില്ലേജ് ഓഫീസ്, ഹെൽത്ത് സെൻറ്റേഴ്സ് മുതൽ എന്താ പറയുക, സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ലേ, കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം സ്കൂള്, ബേസിക് നീഡ്സ്, ഷെൽട്ടേഴ്സ്, സ്കൂള്, റോഡ്, ഗതാഗത സൗകര്യത്തിന്, ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള എല്ലാം, അങ്ങനെ ഇതെല്ലാം എന്തിൽ? സെൻഡായി ഫ്രെയിംവർക്ക്. ഓക്കെ, സെൻഡായി ഫ്രെയിംവർക്കിൽ പറയുന്നത് എന്തൊക്കെയാണ്? പറയുന്നത് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് റിസ്ക്. നെക്സ്റ്റ് സ്ട്രെങ്തനിങ് റിസ്ക് ഗവൺമെൻറ് ടു മാനേജ് ദ ഡിസാസ്റ്റർ റിസ്ക്. അതായത് സ്ട്രെങ്തനിങ് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്, സെൻഡായി ഫ്രെയിംവർക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. നമ്മൾ ഇന്ത്യയിൽ നടന്നതിലെന്ന്, ഇന്ത്യയിൽ 1993 എർത്ത് ക്വേക്ക് വന്നു, ആൻഡ് 94 വന്നു ഒരു സൈക്ലോൺ, അതായത് ഒറീസയിൽ ഒരു സൈക്ലോൺ 1999. ആൻഡ് വേറൊരു എർത്ത് 2001 എർത്ത്. ഇന്ത്യൻ ഓഷ്യൻ സുനാമി വന്നു, 2004 ഒരു സുനാമി വന്നു. ആൻഡ് ഫ്ലഡ്, വെള്ളപ്പൊക്കം 2018 ചെന്നൈ ആൻഡ് കേരള, സൈക്ലോൺ ആൻഡ് ഫ്ലഡ് ഇൻ ചെന്നൈ ആൻഡ് കേരള 2018 നമ്മളെ ഇന്ത്യയിൽ വെച്ച് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഫ്ലഡ് വന്നത്. അല്ലേ, അത് മറന്നു പോകരുത് ഡിയർ സ്റ്റുഡൻസ്, മറന്നു പോകരുത്, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. 2018 ഫ്ലഡ്.
were responsible in the quick reaction of India. The high-powered Committee of Disaster Management is constituted in under the chairman Shri J.C. Pan, Secretary Minister of Agriculture and Government of India. The first attempt in India towards framing the systematic and comprehensive holistic approach towards the disasters. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിച്ചത്? നമ്മളെ ഇന്ത്യയിൽ it was the first attempt in India towards framing the systematic and comprehensive and holistic